ശ്ലീഹ മൂന്നാം തിങ്കൾ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വാക്യങ്ങളുടെ വിശകലനം. നസ്രത്ത് മാനിഫെസ്റ്റോ. അവൻ യെശയ്യായുടെ പുസ്തകമെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചു, ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറ്റപ്പെട്ടിരിക്കുന്നു. പിന്നീട് അടിച്ചമർത്തപ്പെട്ടവരുടെയും ദരിദ്രരുടെയും ബന്ധിതരുടെയും രോഗികളുടെയുമൊക്കെ ഹൃദയങ്ങളെ തേടിയുള്ളൊരു ജൈത്രയാത്രയായിരുന്നു ഈ യാത്ര ആരംഭിക്കുന്നത്. താൻ വളർന്നു വന്ന നസ്രത്തിൽ നിന്ന് തന്നെയായിരുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും പച്ചയായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വേണം സുവിശേഷ പ്രഘോഷണം തുടങ്ങാൻ എന്ന് ചുരുക്കം. എവിടെയും എങ്ങും എല്ലാ കാലത്തും കണ്ണു തുറന്നു നോക്കിയാൽ കൊയ്തെടുക്കാൻ പാകമായി കിടക്കുന്ന വിളവുകൾ ധാരാളം കാണാം. കാലചിത്തമായ രീതിയിൽ തനിമയുടെ സുവിശേഷം അവതരിപ്പിക്കപ്പെടണം. യേശുവാണ് പ്രഘോഷിപ്പിക്കേണ്ട സുവിശേഷം. ആത്മാവെൻ്റെ മേലുണ്ട് എന്ന യേശുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും ഓരോ മാർഗരേഖയാണ്. വലിയ കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങളോട് മത്സരിച്ച് തോൽപ്പിച്ച് തോൽവിയടഞ്ഞ ബഹളങ്ങളുടെയും ആരവത്തിൽ യേശുവിനെയും അവൻ്റെ ആത്മാവിനെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മുടെ വലിയ സേവനങ്ങൾക്കിടയിൽ മനുഷ്യരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതിന് പകരം പലപ്പോഴും അവരെ യേശുവിൽ നിന്ന് അകറ്റുകയും ശത്രുക്കളാകുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ആത്മസ്പർശമില്ലാത്ത നമ്മുടെ നിലപാടുകളും പ്രവർത്തന രംഗങ്ങളുമാണ്.